നമസ്കാരം. എൻ്റെ പേര് ആഷാരാജ്. ഞാനിപ്പം കൊല്ലത്താണ് വർക്ക് ചെയ്യുന്നത്. വാട്ടർ അതോറിറ്റി സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ ആയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. തേർഡ് ഗ്രേഡിൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നു വാട്ടർ അതോറിറ്റിയുടെ തന്നെ. അപ്പോൾ അതിൽ ജോയിൻ ചെയ്തിട്ട് പിന്നെ സെക്കൻഡ് ഗ്രേഡ് കിട്ടിയപ്പോൾ അപ്പോൾ അതിലേക്കും മാറിയതാണ്. അപ്പോൾ ഹോളിമാതയിൽ ജോയിൻ ചെയ്തതെന്ന് പറയുന്നത് 2021 ഒരു ഫെബ്രുവരി ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 2021 ഫെബ്രുവരിയിലാണ്. അപ്പോൾ ജോയിൻ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലൈനായിട്ടുള്ള ക്ലാസ്സിനാണ് ഞാൻ ജോയിൻ ചെയ്തത്. കാരണം കോച്ചിങ്ങിന് വന്ന് ഞാൻ ഇവിടെ കൊല്ലത്തു നിന്നാണ്. അപ്പം അവിടെ ഏതെങ്കിലും ഒരു കോച്ചിങ് സെൻറ്ററിൽ ഡയറക്റ്റ് പോയിട്ട് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ചെറിയ കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാനങ്ങനെ ആണ് ജോയിൻ ചെയ്തത്. അപ്പം ഓൺലൈൻ ക്ലാസ് വീട്ടിലിരുന്ന് അറ്റൻഡ് ചെയ്യുക. അതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ ആ ജോബും റിസൈൻ ചെയ്ത് ഫുൾ ടൈം PSC കോച്ചിങ് എന്നുള്ളൊരു രീതിയിലേക്ക് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഈ 2021 തന്നെ ജൂലൈയിലുള്ള എക്സാം ആയിരുന്നു ഈ വാട്ടർ അതോറിറ്റിയുടേത്. അപ്പം അതിന് തന്നെ ഒരു നല്ല റാങ്കിലെത്താൻ പറ്റി. നമ്മുടെ ഗ്രേഡ് 2-ന് 90 ആയിരുന്നു എൻ്റെ റാങ്ക്, 91. അതേപോലെ ഗ്രേഡ് 3-ക്ക് 70 ആയിരുന്നു റാങ്ക്. അപ്പം അങ്ങനെ ആ ഒരു റാങ്കിലെത്താൻ പറ്റി. അപ്പം ഹോളിമാതയെ പറ്റി പറയുവാണെങ്കിൽ, ഞാൻ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു കേട്ടിട്ടാണ് ഞാനവിടെ ജോയിൻ ചെയ്തത്. ശരിക്കും അതൊരു എന്താ പറയുക, നമ്മൾ വഴിത്തിരിവ് എന്നൊക്കെ പറയുന്ന ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം കൃത്യമായിട്ടുള്ള ഒരു പഠന രീതി, അതായത് നമ്മുടെ ഷിൻഡോ സാറ് തന്നെ കൃത്യമായിട്ട് നമ്മൾ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു പഠന രീതിയായിരുന്നു അവിടെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് ക്ലാസ് എടുക്കുക. അപ്പം അതുകൂടാതെ സാറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രീവിയസ് ഇയറും അതുപോലെ തന്നെ അതുവരെയുള്ള പലതരത്തിലുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു കളക്ഷൻ സാർ എല്ലാവർക്കും അവൈലബിൾ ആക്കിയിരുന്നു. അപ്പം അതുകൂടാതെ സാറിൻ്റെ എല്ലാ വീക്കിലുള്ള മോട്ടിവേഷൻ ക്ലാസ്സസ് അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു എന്ന് തന്നെ പറയാം. അപ്പം ശരിക്കും പറഞ്ഞാൽ ഏതൊരു ആസ്പിരൻറ്റിനും PSC ആസ്പിരൻസിന് ഒരു നല്ലൊരു മോട്ടിവേഷനാണ് സാറ് തന്നിരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളത്, PSC പഠിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഒരു റൂട്ടീനിൽ പഠിക്കുക, അത് എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. പക്ഷേ അത് നമ്മളെപ്പോഴും ഡൗൺ ആയിപ്പോവും. കാരണം അത്രയധികം ആളുകൾ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ലൊരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ വരിക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റും. പക്ഷേ നമ്മൾ അതിലേക്ക് അങ്ങ് റൂട്ട് ചെയ്ത് വിടണമെങ്കിൽ അതിന് ഒരു നല്ല മോട്ടിവേഷൻ്റെ ആവശ്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു മോട്ടിവേഷൻ അവിടെ നിന്ന് കിട്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അത് നല്ല രീതിയിൽ പഠിക്കാനും ഒക്കെ പറ്റിയത്. പിന്നെ കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പ് എന്ന് പറയുമ്പം ഞാൻ തന്നെ അവിടെ 1-2 പേരുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഓൺലൈനിൽ തന്നെയായിരുന്നു ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി ചെയ്തിരുന്നത്. അപ്പോൾ പുലർച്ചെ രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് ഞങ്ങൾ ഈ കുട്ടികളെ ഒരുമിച്ച് വിളിച്ച്, അങ്ങനെ ഞാൻ തന്നെ അവരെ വിളിച്ച് അങ്ങനെ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ പഠിക്കുന്ന ഭാഗങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുകയും അത് റിവൈസ് ചെയ്യുകയും ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുകയും അങ്ങനെ നല്ല രീതിയിൽ അത് നമ്മൾ മുന്നോട്ട് പോയിരുന്നു. അപ്പം അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അത് ജീവിതത്തിലൊരു വഴിത്തിരിവായി എന്ന് പറയാം. PSC വഴി ഒരു ജോലിയിൽ എത്തുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അത് സാധ്യമാക്കുക എന്ന് പറയുന്നത് നമ്മളുടെ അത്രയും നല്ലൊരു പരിശ്രമവും അതിൻ്റെ കൂടെ ചിട്ടയായ ഒരു പഠനവും കൂടെ ഉണ്ടെങ്കിൽ, മോട്ടിവേറ്റഡ് ആയിട്ട് തന്നെ നമ്മൾ ഇരിക്കുക, അത് നല്ലപോലെ റിവൈസ് ചെയ്യുക. റിവിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പം ആർക്കും ഈസി ആയിട്ട് കൈയെത്താവുന്ന ദൂരത്താണ് ശരിക്കും പറഞ്ഞാൽ ഈ റാങ്ക് ലിസ്റ്റുകൾ എന്ന് പറയാം. അപ്പോൾ എല്ലാവരും നല്ലപോലെ പരിശ്രമിക്കുക. പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ മുന്നേ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്, MTech കഴിഞ്ഞ ആളാണ്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് കോച്ചിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് പഠിക്കുക, പോയി എഴുതുക, അങ്ങനത്തെ ഒരു കാര്യമായിരുന്നു ഞാനും ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതൊന്നും പോരാ. ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ അങ്ങനെയുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് നമുക്ക് അത്രയും കോമ്പറ്റീഷനുള്ള ഒരു സമയമാണിത് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഡയറക്റ്റ് ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ ITI കഴിഞ്ഞ് അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞ് നേരെ PSC കോച്ചിങ്ങിന് വരുന്നു, പഠിക്കുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. അപ്പം നമ്മളെന്തായാലും ഒരു കോച്ചിങ് നമുക്ക് ആവശ്യമാണ്. അതുമാത്രമല്ല നല്ല ചിട്ടയായ പഠനവും റിവിഷൻ
ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് ശരിക്കും ഹോളി മദർ അക്കാദമി നമുക്കത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കും. ഉറപ്പായിട്ടും എല്ലാവർക്കും നല്ലൊരു ഗവൺമെൻറ് ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.